ഹരേ കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം. ശ്രീ ബ്രഹ്മസംഹിത. ഇന്നലെ നമ്മൾ 21 ശ്ലോകങ്ങൾ വരെയാണ് കണ്ടത്. ഇന്ന് 22 മുതൽ 5 ശ്ലോകങ്ങൾ നോക്കാം. 56 ശ്ലോകങ്ങളിലായിട്ടാണ് ബ്രഹ്മദേവൻ ആ ഗോലോകധാമത്തിലെ ആ വൃന്ദാവനീശ്വരനെ സ്തുതിക്കുന്നത്. നമുക്ക് ഇന്ന് 22 ശ്ലോകം നോക്കാം. അതിനു മുമ്പ് നമുക്ക് എപ്പോഴും ഈ ജപിക്കുന്നതിന് മുമ്പ് ഈ ധ്യാന ശ്ലോകം ജപിക്കുക. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണനായ ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനുമായ ആ ഗോവിന്ദനെ എപ്പോഴും ഭജിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ബ്രഹ്മസംഹിതയുടെ ഉൽപ്പത്തിയിൽ പറയുകയാണ്, സഹസ്രപത്രകമലം ഗോകുലാഖ്യം മഹത്പദം തത്കർണികാരം തദ്ധാമ തദനന്താംശ സംഭവം. കർണികാരം മഹത്യന്ത്രം ഷട്കോണം രജകീലകം ഷഡംഗ ഷട്പദീസ്ഥാനം പ്രകൃത്യാ പുരുഷേണ ച പ്രേമാനന്ദ മഹാനന്ദ രസനാവസ്ഥിതം ഹിയർ ജ്യോതിരൂപേണ മനുന കാമബീജേന സംഗതം. അതായത് ഗോകുലം 1000 താമരദളങ്ങളുള്ള ഒരു താമരയാകണത്രേ. അതിലെ ഒരു അല്ലിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു അംശമാണ് അനന്തൻ. വിഷ്ണുവിൻ്റെ ആവാസസ്ഥാനമായതും കൃഷ്ണന്റെ സ്വന്തം ശക്തി സ്വരൂപം തന്നെയായതുമായ അനന്തൻ ഗോലോകത്തിന്റെ ഭാഗം തന്നെയാണ്. അനന്തനില്ലാതെ ഗോലോകവേ ഇല്ല. ദിവ്യലോകത്തിന്റെ മാതൃകയാണ് ഈ ഭൂമിയിലെ ഗോകുലം, അതായത് മധുര. ആ മധുരയിലെ ഗോകുലം നമ്മൾ ചതുർധാമങ്ങളിൽ പോകുന്നതിനൊക്കെ തുല്യമാണ്. ഈ ഒരു മധുരയിൽ മാത്രം പോയാൽ, വൃന്ദാവനം മുഴുവൻ ചുറ്റി നടന്നില്ലെങ്കിലും മധുരയിൽ മാത്രം പോകുകയാണെങ്കിൽ നമുക്ക് ജന്മജന്മാന്തരങ്ങളിലെ പാപമെല്ലാം പോയി നമുക്ക് ഭഗവാന്റെ ആ ഗോലോകധാമത്തിലെത്താൻ സാധിക്കുമത്രേ. മധുരാഖണ്ഡമാണ് ഏറ്റവും പുണ്യമായ സ്ഥലമെന്നാണ് പറയുന്നത്. നമുക്ക് എവിടെ പോകുന്നതിനേക്കാളും, നമ്മൾ ഈ ലോകത്തിലുള്ള അമ്പലങ്ങളിലെല്ലാം പോകുന്നതിനേക്കാളിലും മധുരയിൽ പോകുക. ഹരേ കൃഷ്ണ, ഗോകുലത്തെ തൊട്ടനുഭവിക്കുക. ആ ഭഗവാൻ പിറന്ന മണ്ണ്, ആ ഹരേ കൃഷ്ണ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടത്തില്ല, അത്രയ്ക്കും ആനന്ദമാണ്. ഹരേ കൃഷ്ണ. കർണികാരം മഹത്യന്ത്രം ഷട്കോണം രജകീലകം. ആ താമരയല്ലേ വജ്രം പോലെ ഉറപ്പുള്ളതാണ്. അതായത് അത് ആ ഗോലോകം നിർമ്മിച്ചിരിക്കുന്നത് ആ താമര ഇതളുകൾ കൊണ്ടാണത്രേ. 6 കോണുകളോട് കൂടിയതും, അതിൻ്റെ ആ ഒരു സ്വരൂപത്തെയാണ് ഈ വർണ്ണിക്കുന്നത്. 6 കോണുകളോട് കൂടിയതുമായ മഹത് സ്വരൂപമാകുന്നു താമരയല്ലി. ആ വജ്രം പോലെ തിളങ്ങി നിൽക്കുന്ന ആ താമരയല്ലിക്ക് 6 കോണുകളുണ്ടത്രേ. പുരുഷ പ്രകൃതി രൂപത്തിൽ 6 അംഗസ്ഥാനങ്ങളും ഷഡ്പദീ മന്ത്രത്തിലും സ്ഥിതി ചെയ്യുന്നു. യാതൊരു സ്വരൂപം മഹത്തായ പ്രേമാനന്ദമാകുന്ന രസമായ ജ്യോതിരൂപത്തിലും കാമബീജ മന്ത്രത്തോടു കൂടിയ ക്ലീം എന്ന മന്ത്രത്താലും സ്ഥിതി ചെയ്യുന്നു. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ശ്രീകൃഷ്ണ ഗായത്രി എപ്പോഴും ജപിക്കുക എന്ന്. 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണ ഗായത്രി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഗായത്രി എല്ലാവരും ജപിക്കുക. ക്ലീം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നൂനംഗ പ്രചോദയാൻ എന്നാണ് കൃഷ്ണ ഗായത്രി. നമുക്കിനിയും 22 നാമം അല്ലേ. ഭാസ്വാന്യദാശ്മശകലേഷു നിജേഷു തേജഃ സ്വീയം കിയത് പ്രകടയത്യപി തദ്വദത്ര ബ്രഹ്മായ യേശ ജഗദണ്ഡവിധാനകർത്താ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭാസ്വാൻ യദാശ്മശകലേഷു നിജേഷു തേജഃ സ്വീയം കിയത് പ്രകടയത്യപി തദ്വദത്ര ബ്രഹ്മായ യേശ ജഗദണ്ഡവിധാനകർത്താ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സൂര്യൻ എപ്രകാരം തൻ്റെ രത്നശകലങ്ങളിൽ സ്വന്തം തേജസ് കുറച്ചു പ്രകടമാക്കുന്നു, അതുപോലെ ഗോവിന്ദൻ ലോക സംവിധാനത്തിന്റെ കർത്താവായ ബ്രഹ്മാവിന്റെ രൂപത്തിൽ ഇവിടെ പ്രകടമാകുന്നു. അപ്പോൾ ത്രിമൂർത്തികളും ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അപ്രകാരമുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു.
ഏകനും ആത്യന്തിക സത്യവുമായ ഗോവിന്ദൻ തൻ്റെ മഹത്തത്വത്തിന്റെ അംശമായ രാജസീയ അഹമെന്ന തത്വത്തിൽ പ്രതിഫലിക്കുമ്പോൾ അദ്ദേഹം ബ്രഹ്മദേവൻ എന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. രജോ ഗുണപ്രധാനിയായ ഇദ്ദേഹമാണ് സൃഷ്ടിയിലെ സർഗ ശക്തിയുടെ ആധാരം. എല്ലാ സൃഷ്ടിക്കും ആധാരമായ ബ്രഹ്മദേവൻ ഭഗവാൻ തന്നെയാകുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 50, അതായത് 23. യത്പാദ പല്ലവയുഗം വിനിതായ കുംഭ ദ്വന്ദ്വേ പ്രണാമ സമയേ സഗണാധിരാജഘ വിഘ്നാൻ വിഹന്തുമലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യത്പാദ പല്ലവയുഗം വിനിതായ കുംഭ ദ്വന്ദ്വേ പ്രണാമ സമയേ സ ഗണാധിരാജഃ വിഘ്നാൻ വിഹന്തുമലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ ആ ഗണേശൻ തൻ്റെ കുംഭങ്ങളിൽ രണ്ടിലും വെച്ചു പ്രണമിക്കുന്നു. അതിനാൽ ഈ 3 ലോകങ്ങളുടെയും വിഘ്നങ്ങളെ ശമിപ്പിക്കുവാൻ കഴിവുള്ളവനാകുന്നു. അതായത് വിഘ്നേശ്വരനും ഭഗവാൻ തന്നെ. ഹരേ കൃഷ്ണ. ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. പല രൂപങ്ങൾ നാമങ്ങളിലൊക്കെ ഭഗവാനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഏത് ദൈവത്തെയും ഏതു പേരിട്ടും ഏതു രൂപത്തിലും നമുക്ക് ഭഗവാനെ വിളിക്കാം. കൃഷ്ണ എന്ന് നമ്മൾ ആ കൃഷ്ണ രൂപത്തെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ആ ഒരു രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ പുഴകളും ഒഴുകി സമുദ്രത്തിലെത്തുന്നു, അതുപോലെയാണ് ഏത് ദേവനെ പ്രാർത്ഥിച്ചാലും അത് എന്നിലേക്കാണ് എത്തുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ഗോവിന്ദനെ അങ്ങ് വിളിച്ചാൽ പോരെ. അങ്ങനെയാണ് എല്ലാവരും കൃഷ്ണ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് ദേവനെ പൂജിച്ചാലും അത് കൃഷ്ണനിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് അമ്പലത്തിലും പോകാം, അവിടെ ചെന്നും കൃഷ്ണ എന്ന് വിളിക്കാം. ഇനി ശിവ എന്ന് വിളിച്ചില്ലെങ്കിൽ ശിവൻ ഗർവിക്കൂല, അത് കൃഷ്ണൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. ഗണേശൻ ഭൂമി തത്വമായതിനാൽ പഞ്ചഭൂതങ്ങളിൽ പ്രധാനിയാകുന്നു. കാരണം ഈ ഭൂമി പഞ്ചഭൂതങ്ങളുടെ എല്ലാം ഗുണങ്ങൾ പഞ്ചീകരണ പ്രക്രിയ സമന്വയിപ്പിക്കുന്നു. ആകാശത്തിന്റെ ഗുണവും ശബ്ദവും, വായുവിന്റെ ഗുണം ശബ്ദത്തോട് ചേർന്ന സ്പർശം, അഗ്നിയുടെ അതുപോലെ സ്പർശം, രൂപം, രസം എന്നിവയോട് ചേർന്ന ഗന്ധമാകുന്നു. ഇങ്ങനെ 5 തന്മാത്രകളുടെയും ഗുണങ്ങൾ ഒരുമിച്ചതിനാൽ ഈ പൃഥ്വി തത്വമായ ഗണേശന് ഭൗതിക ലോക സംബന്ധമായ എല്ലാ വിഘ്നങ്ങളെയും ദൂരീകരിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഗണേശന്റെ ഈ കഴിവിന്റെ ആധാരം ഗോവിന്ദന്റെ ആത്മീയ ശക്തിയാകുന്നു. പഞ്ചഭൂതങ്ങളുടെ എല്ലാം പ്രവർത്തന ക്ഷമത ഗോവിന്ദന്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഗോവിന്ദൻ തന്നെയാണ് എല്ലാത്തിനും കാരണം, സർവകാരണ കാരണം അല്ലേ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. അഗ്നിർമഹിഗഗനമമ്പുമരുദ്ദിശച്ച കാലസ്തദാത്മമനസീതി ജഗത്രയാണി യസ്മാത് ഭവന്തി വിഭവന്തി വിശന്തി യം ച ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അഗ്നിർമഹിഗഗനമമ്പുമരുദ്ദിശച്ച കാലസ്തദാത്മമനസീതി ജഗത്രയാണി യസ്മാത് ഭവന്തി വിഭവന്തി വിശന്തി യം ച ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അഗ്നി, ഭൂമി, ആകാശം, ജലം, വായു, ദിക്കുകൾ, കാലം, അപ്രകാരം തന്നെ ആത്മാവ്, മനസ്സ് എന്നിവയടങ്ങിയ 3 ലോകങ്ങളും ഏതൊന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഏതൊന്നിൽ നിലനിൽക്കുന്നു, ഏതൊന്നിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. ആ ഗോവിന്ദനെ, ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ സദാ ഭജിക്കുന്നു. എല്ലാം നിന്നിൽ തുടങ്ങി നിന്നിൽ ഒടുങ്ങുന്നു, നിന്നിൽ ഉദിച്ച് നിന്നിൽ അസ്തമിക്കുന്നു. എനിക്കും നിന്നിൽ തുടങ്ങി നിന്നിൽ അസ്തമിക്കണം. അതേ ചിന്തയാണ് എനിക്കും. നിങ്ങൾക്കും അങ്ങനെ ആകണം. ഹരേ കൃഷ്ണ. 52. യച്ചക്ഷുരേക്ഷ സവിത സകലഗ്രഹാണാം രാജാ സമസ്തസുരമൂർത്തിരശേഷ തേജാം യസ്യാജ്ഞയാ ഭ്രമതി സംഹൃതകാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി.
യച്ചക്ഷുരേക്ഷസവിതാ സകലഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷതേജാഃ യസ്യാജ്ഞയാ ഭ്രമതി സംഭൃതകാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ലോകർക്ക് കണ്ണായിരിക്കുന്നവനും സകല ഗ്രഹങ്ങൾക്കും രാജാവാകുന്നവനും ദേവകളുടെ സ്വരൂപം, അതായത് സ്വാത്വിക സ്വരൂപമുള്ളവനും സമ്പൂർണ്ണ തേജസ്വിയും ആകുന്ന ഈ സൂര്യൻ ഏതൊരു ഭഗവാന്റെ ആജ്ഞയാൽ കാലചക്രത്തെ വേണ്ട വിധത്തിൽ പരിപാലിച്ചു തിരിക്കുന്നു. അങ്ങനെയുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ സദാ ഭജിക്കുന്നു. ഈ ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് സൂര്യൻ തിരിയുന്നത്. അപ്പോൾ ആ സൂര്യനും ഭഗവാനെ നമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യൻ ഭഗവാൻ തന്നെയാകുന്നു. ഹരേ കൃഷ്ണ. ഈ സൃഷ്ടിയെ പരിപാലിക്കുന്ന ധർമ്മത്തിൽ ഗോവിന്ദന്റെ സഹായികളാണ് സ്വാത്വിക ശക്തികളായ ദേവകള്. ആ ദേവകളുടെ സ്വരൂപമുള്ള സൂര്യൻ തന്റെ പ്രകാശത്താൽ രൂപങ്ങളെ പ്രകടമാക്കുക എന്നതിലുപരി ഭൂമിയിൽ ജീവൻ നിലനിർത്തുക എന്ന ധർമ്മം കൂടിയാണ് ചെയ്യുന്നത്. സൂര്യനില്ലെങ്കിൽ ഈ ഭൂമിക്ക് നിലനിൽപ്പേയില്ല. ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യൻ. അപ്പോൾ ആ എല്ലാവരെയും കാത്തു പരിപാലിക്കുന്നത് സൂര്യനാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 53. ധർമ്മോദപാപനിജയ ശ്രുതയസ്തപാംസി ബ്രഹ്മാദി കീടപദഗാവദയച്ഛ ജീവാഃ യദ്ദത്തമാത്ര വിഭവ പ്രകട പ്രഭാവ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ധർമ്മോ അധ ധർമ്മോധ പാപനിജയ ശ്രുതയസ്തപാംസി ബ്രഹ്മാദി കീടപദഗാവദ യച്ഛ ജീവാഃ യദ്ദത്തമാത്ര വിഭവ പ്രകട പ്രഭാവ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഗോലോകത്തിലിരിക്കുന്ന ആ ഭഗവാനെ കാണാൻ സാധിക്കണം. ഹരേ കൃഷ്ണ. പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, വേദങ്ങൾ, തപസ്സുകൾ, ധ്യാനം, ജപം, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എല്ലാം, അതായത് നമ്മുടെ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾ, ചെറുശലഭങ്ങൾ വരെയുള്ള ജീവികൾ, അവരുടെ എല്ലാ ശക്തികൾ ഒരേ ഒരു ഭഗവാന്റെ ശക്തി കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അങ്ങനെയുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും ഈ ബ്രഹ്മസംഹിത പഠിക്കുക, കേൾക്കുക, പ്രചരിപ്പിക്കുക. ഭഗവാന്റെ ഈ നാമങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹരേ കൃഷ്ണ. പിന്നെയോ ചിത്തശുദ്ധിയോടുകൂടി പഠിക്കുക, ചിത്തശുദ്ധിയോടുകൂടി ജപിക്കുക. നമുക്ക് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ആചരിക്കുന്നത് അപരനും കൂടെ ഒരു ചെറിയ ഫലം കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ഒന്ന് നമുക്ക് നമ്മളെക്കാളിൽ ചെറിയവർക്കും ഒക്കെ ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഉപകാരം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂട്യൂബ് കാണുന്ന ഉടനെ അത് ആരുടെ ആയിക്കോട്ടെ, നമ്മൾ കാണുന്നതാണെങ്കിൽ അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്നും ഒരു ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം നേടാനായിട്ടൊക്കെ സാധിക്കും. അത് പക്ഷേ ആരും ചെയ്യുകയില്ല. നാമം ഹരേ കൃഷ്ണ. എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് പുണ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ ഗോവിന്ദ. ഹരേ മാധവ.